മോദിയുടെ കളി മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്. അതതിന്റെ കുഴപ്പം. നിങ്ങൾ സകലതിനെ നിഷ്കളങ്കമായി കാണുകയാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഞാൻ നിങ്ങൾ ഇത്രയും പറഞ്ഞില്ല, ഞാൻ എന്റെ അഭിപ്രായം പറയാണ്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ശരിക്കും വിതൗട്ട് അഭിപ്രായമാണ് നിങ്ങൾ ഈ ഇതിൽ വരേണ്ടത്. സോറി മാം, ഇത് അങ്ങനത്തെ നിങ്ങൾ കേട്ടാ മതി. സോറി മാം, ഇത് അങ്ങനത്തെ ഒരു ചർച്ചയല്ല, അങ്ങനത്തെ ഒരു ചാനലും അല്ല. നമുക്ക് അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല എന്ന് നിങ്ങൾ പറയല്ലേ? ഞാൻ പറയുന്നത് കേട്ടാ മതി. അങ്ങനത്തെ ഒരു ചർച്ചയല്ല, അങ്ങനത്തെ ഒരു സ്ഥാപനമല്ല. അല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾ എന്തൊരു ആങ്കറാ. നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഇനി വീട്ടിലിരിക്കണോന്നാ. ഞാൻ പറയുന്നത് ഫസ്റ്റ് കേൾക്കൂ. നിങ്ങൾ എന്റെ മേലെ ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞാൽ RSP ഇദ്ദേഹം പ്രേമചന്ദ്രൻ കോൺഗ്രസ് പാർട്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ആളല്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുണ്ട്. ഞങ്ങളൊരു മുന്നണി പാർട്ടിയാണ് RSP. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ന് എന്റെ മേലെ ആക്രമിക്കുന്നെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പോയിട്ടാണ് മോദിയുടെ ഒക്കെ ഇരുന്നത്. അതല്ല, ഇവിടെ ഞങ്ങളൊരു മുന്നണിയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്. പല കാര്യത്തിലും അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു MP ആണ്. ഞാൻ എപ്പോഴും അദ്ദേഹം സംസാരിക്കുമ്പോൾ കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാം. അപ്പൊ വെറുതെ ഈ അനാവശ്യം ഇന്നത്തെ ചർച്ച ശരിക്കും അനാവശ്യം. എനിക്ക് തോന്നുന്നു CPM നിങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുക, ഫണ്ട് വന്നിട്ട് പറയും നിങ്ങൾ പോയിട്ട് ചർച്ച ചെയ്യും. വേറൊരു കാര്യമില്ല. ഇന്ന് ഒരു പ്രധാനമന്ത്രി വിളിച്ചു, നാളെ ഇപ്പം പിണറായി വിജയൻ വിളിച്ചാലും എത്ര എല്ലാവരും പോകില്ല. എന്തെങ്കിലും ഒരു വിഷയം പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ്സിൽ ഒറ്റ ഒരാൾ പോയി പോകരുത് എന്ന് ഇണ്ടാസിറക്കിയ പാർട്ടിയാ നിങ്ങൾ. അവിടെ പോയി പിണറായി വിജയന്റെ ചായ കുടിച്ചിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് ഈ NK പ്രേമചന്ദ്രനെ ന്യായീകരിച്ച K മുരളീധരൻ MP. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പാർട്ടിയിൽ പല വ്യൂസ് ഉണ്ട്. എന്റെ ഒരു പാർട്ടിയിൽ ഒരു മുഖ്യമന്ത്രി എന്റെ പ്രത്യാശാസ്ത്രവും അവിടെ BJP-യിലെ ഇരിക്കുന്ന നേതാവിന്റെയോ CPM-ന്റെയോ പ്രത്യാശാസ്ത്രം വേറെ. പക്ഷെ ഞങ്ങളെല്ലാം ഇന്ത്യൻസാ, ഞങ്ങൾ ശത്രുക്കളല്ല. നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാനും അവിടെ BJP-ന്റെ അവരെ പുറത്തുനിന്ന് കണ്ടാൽ ഞാൻ സംസാരിക്കും, എന്തായാലും സംസാരിക്കും. ബിക്കോസ് ഞങ്ങളെ പ്രത്യാശാസ്ത്രത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ സൗഹാർദ്ദത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ബോധ്യം എന്താണ്? നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ നോളജ് എന്താണ്? ഇതൊക്കെ നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്ന് വിചാരിച്ച് മോദി വിളിക്കുന്ന പരിപാടിയാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എത്ര പേരെ ഒറ്റയടിക്ക് പാർലമെന്റിൽ നിന്ന് മോദി സസ്പെൻഡ് ചെയ്തിട്ട് എത്ര ബില്ലുകൾ ഒറ്റയ്ക്കിരുന്ന് പാസ്സാക്കി നിങ്ങൾക്കറിയാമോ? പാർലമെന്റിന്റെ ഉന്നതമായ മൂല്യം കാത്തു സൂക്ഷിക്കാനും സ്നേഹം പങ്കിടാനും മോദി വിളിച്ചു എന്നാണോ? ഹീസ് ക്രിയേറ്റിംഗ് എ സീൻ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാ? രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി. നിങ്ങൾ പറയാണ് നമ്മളെല്ലാവരും ഒന്നല്ലേ, മോദി നമ്മളൊക്കെ സഹോദരന്മാരല്ലേ, നമ്മൾ ഒരുമിച്ചിരിക്കേണ്ടതെന്ന്. നിങ്ങളുടെ ഈ വിഷൻ വെച്ചിട്ടാണ് നിങ്ങൾ മോദിയോട് ഫൈറ്റ് ചെയ്യുന്നത്. ബെസ്റ്റ്.